പിന്നെ ഇതിലെ ബുദ്ധിമുട്ട് വേഷം കൈകളെ ബുദ്ധിമുട്ട്. അപ്പൊ ആരുണ്ടാവില്ല, നമ്മൾ കോമാളി നനഞ്ഞു ഐസ്ക്രീം പോലെ. ഐസ്ക്രീം കഴിക്കുമ്പോ എങ്ങനെ ഉണ്ടാവും? കളർ കടിച്ച് നല്ല ഐസ്ക്രീം അല്ല തിന്നുമ്പോ ഒളിഞ്ഞു വീരാ കഴിച്ചു. അതുപോലെ നമ്മള് ബാഗ് അത് സാറ് അറിയണമെങ്കിൽ ഞങ്ങൾ വേഷം ഇറക്കണം നേരത്തെ ഒരു സെക്കൻഡ് ഞങ്ങൾ നോക്കാൻ ഡീസൽ ആ നോക്കാൻ വരുമ്പോൾ സാറിന് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. ഞങ്ങൾ ഡീസലില് മൊത്തം ഡീസലിൽ കുളിക്കണം. അങ്ങയുടെ പേരെന്താ? എത്ര വർഷമായിട്ട് ഈ രംഗത്തുണ്ട്? ഞാൻ 12 വയസ്സിട്ട് തുടങ്ങിയതാ. 50 വയസ്സ് കഴിഞ്ഞു. പുലികളിയുടെ കേന്ദ്രം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. അപ്പൊ തൃശ്ശൂർ അപ്പൊ SS പുലികളെ സംഘത്തെ വെല്ലാനായിട്ട് മറ്റൊരു ട്രൂപ്പില്ല. എല്ലാ ടീമുകളും കട്ടക്ക് നിൽക്കും. എവിടെ വരെയൊക്കെ ഇതുമായിട്ട് ഈ കലാരൂപമായിട്ട് പോയിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എല്ലാവരും പോയിട്ട് ഓരോ ഗൾഫിലൊക്കെ പോയിട്ടുണ്ട് പ്രവാസികളുടെ പരിപാടിക്ക്. പേരത്ത് നമുക്ക് എപ്പോഴാ ആശാനെ നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാവണം? നമ്മൾ പ്രോഗ്രാം നടത്തുക എന്നുള്ളത് മാത്രമല്ലല്ലോ. അല്ല, നമുക്ക് സന്തോഷം വേണ്ടത്. പുറത്ത് ഇറങ്ങുമ്പോൾ നമുക്ക് ജനങ്ങളെ ആകർഷിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. അത് കളി നമ്മൾ വരുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കുക. കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച ആൾക്കാർ മതി പറഞ്ഞ് കളിക്കുക. ഈ പുലി ആകുന്നതിന്റെ പിന്നിൽ എത്ര മണിക്കൂറത്തെ കഷ്ടപ്പാടുണ്ട്? ഒരു വേഷം വരയ്ക്കാൻ 2 മണിക്കൂർ പിടിക്കും. പിന്നെ ഇതിലെ ബുദ്ധിമുട്ട് വേഷം കൈകളെ ബുദ്ധിമുട്ട്. അപ്പൊ ആരുണ്ടാവില്ല, ചാനലുണ്ടാവില്ല. നമ്മൾ കോമാളി നനഞ്ഞു ഐസ്ക്രീം പോലെ. ഐസ്ക്രീം കഴിക്കുമ്പോ എങ്ങനെ ഉണ്ടാവും? കളർ കടിച്ച് നല്ല ഐസ്ക്രീം അല്ല തിന്നുമ്പോ ഒളിഞ്ഞു വീരാ കഴിച്ചു. അതുപോലെ നമ്മള് ബാഗ് അത് സാറ് അറിയണമെങ്കിൽ ഞങ്ങൾ വേഷം ഇറക്കണം നേരത്തെ ഒരു സെക്കൻഡ് ഞങ്ങൾ നോക്കാൻ ഡീസൽ ആ നോക്കാൻ വരുമ്പോൾ സാറിന് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. ഞങ്ങൾ ഡീസലില് മൊത്തം ഡീസലിൽ കുളിക്കണം. അപ്പോൾ മുനിയറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പുലികളുടെ സംഘം ഒരുങ്ങുകയാണ്. ഏതാണ്ട് 5 മണിക്കൂറിന് ശേഷമാണ് പ്രോഗ്രാമെങ്കിൽ പോലും ഇവർ പ്രഭാതത്തിലെത്തി. ജോസ് ഭായി എത്ര വർഷങ്ങളായി ഇതിൽ? 42 വർഷമായി. ഈ പൂരത്തിന് മാത്രമല്ല അല്ലാതെ ഉത്സവങ്ങൾക്കും എല്ലാം ഈ പുലികളി ഉണ്ടാവാറുണ്ടല്ലേ? പൂരത്തിലല്ല നമ്മളെ പുലികളി നടക്കുക. നാലോളം നാളെന്ന് പറയും. തൃശ്ശൂർ നാലോളം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവോണം തൊട്ട് നാലോളം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 5 ഓണം അന്നാണ് തൃശ്ശൂർ മത്സരം നടക്കുന്നത്. ഇതാണ് നിറക്കൂട്ടുകൾ. ഈ നിറക്കൂട്ടുകളാണ് ഈ കലാകാരന്മാരുടെ ദേഹത്ത് ഇവർ അണിയിക്കുന്നത്. ഏതാണ്ട് 5 മണിക്കൂർ നീണ്ട ഒരുക്കങ്ങൾ. അതിനുശേഷമാണ് പുലികളായിട്ട് രംഗത്തേക്ക് എത്തുന്നത്. ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ജോജു ജോർജിന്റെ പുതിയ പടം പണി സിനിമയില് സക്കീർ ഭായി ഉണ്ട്, ഞാൻ ഉണ്ട്, 2-3 ആളുണ്ട്. അത് ശരിയാണ്. ഈ പുലികളി സംഘം പല സിനിമകളിലും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. സിനിമ അഭിനേതാക്കൾ കൂടിയിട്ടാണ് ഇവർ. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം. മലനാട്ടിലും നല്ല ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും ഒരുപാട് ആസ്വാദകരുള്ള ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും ഒരുപാട് ആസ്വാദകരുള്ള SS പുലികളി സംഘത്തിൻ്റെ വേഷപ്പകർച്ചയുടെ ആദ്യ മണിക്കൂറിലാണ് ഞാനിവിടെ എത്തിയത്. വൈകിട്ട് മുനിയറ ടൗണിൽ നടക്കുന്ന പുലികളി കാണാനായിട്ട് ഒരുപാട് ആളുകളെത്തും. ഇത്തരത്തിലുള്ള ഒരു പുലികളി ഇവിടെ സംഘടിപ്പിക്കുന്നത് മുനിയറ ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. ഇങ്ങനെ ഒരു കലാപരിപാടി ഇവിടെ അവതരിപ്പിക്കാനായിട്ട് തോന്നിയതിൻ്റെ ഒരു കാര്യം എന്താ? സാറേ, ഇതന്നെ ചില നിരവധി പ്രോഗ്രാമുകൾ നമ്മളെ എപ്പോഴും കാണുന്ന പ്രോഗ്രാം. ഉത്സവങ്ങളിൽ നമ്മൾ കലാരൂപങ്ങൾ, ദേവനൃത്തങ്ങൾ, കാവടിയാട്ടങ്ങൾ, ചെണ്ടമേളങ്ങൾ, ഇത് നിരന്തരം എല്ലാ ക്ഷേത്രങ്ങളിലുണ്ട്.
പക്ഷേ നമുക്ക് ഒരു പുതിയൊരു ആശയം തോന്നിയത് എന്തുകൊണ്ട് ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു കലാരൂപം ഇവിടെ അവതരിപ്പിച്ചുകൂടാ എന്നുള്ള ചിന്തയോട് കൂടിയാണ് നമ്മൾ പുലികളി എന്ന ഒരു ആശയം നമ്മൾ രംഗത്ത് വെച്ചത്. എന്താണെങ്കിലും നമുക്ക് വളരെ സന്തോഷമുണ്ട്. തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ഒരു പുലികളി സംഘത്തിൽ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വളരെ ആവേശത്തിലാണ് ഞങ്ങൾ ഉത്സവ കമ്മിറ്റിയൊക്കെ ഇവരുടെ വൈകുന്നേരത്തെ പ്രോഗ്രാം കാണുവാൻ എല്ലാവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്.